പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ കുട്ടികളെ ഒരു നല്ല മിടുക്കൻ അല്ലെങ്കിൽ നല്ല മിടുക്കിയാക്കണം എന്ന ആഗ്രഹം നിങ്ങൾ ഓരോരുത്തരിലും ഇല്ലേ? വേണം. അത് അത്യാവശ്യമുള്ളൊരാഗ്രഹമാണ്, നിർബന്ധമായിട്ടും വേണം. അങ്ങനെ നിങ്ങളുടെ കുട്ടിയെ ഒരു ഉത്തമ കുട്ടിയായിട്ട് വളർത്തിയെടുക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഒന്നാമതായിട്ട്, പലവിധ പ്രൊഫഷനുകളെ കുറിച്ച് കുട്ടിക്ക് അറിവുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഇതിലേതെങ്കിലും ഒരു പ്രൊഫഷൻ കുട്ടിയുടെ ഇഷ്ടപ്രകാരം കുട്ടി തിരഞ്ഞെടുക്കണം. അല്ലാതെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം കുട്ടി എൻ്റെ മകൻ IAS ആവണം എന്ന് രക്ഷകർത്താവിൻ്റെ ആഗ്രഹപ്രകാരം കുട്ടി അടിച്ചേൽപ്പിക്കരുത്. കുട്ടി ഒരു സ്വന്തം കാരിയർ തീരുമാനിക്കണം. ആ കാരിയറിലേക്ക് പോകാൻ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. ആ പ്രൊഫഷൻ കുട്ടി ജോലി ചെയ്യുന്ന രംഗം ദിവസവും ഒരു അരമിനിറ്റെങ്കിലും വീഡിയോ പിക്ചറായിട്ട് കുട്ടിയോട് കാണാൻ പറയണം. ഉദാഹരണത്തിന്, ഒരു അധ്യാപകനാകാൻ ആഗ്രഹിക്കുന്ന കുട്ടിയെങ്കിൽ കുട്ടി ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്ന രംഗം കുട്ടി ഒരു വീഡിയോ പിക്ചറായിട്ട് കണ്ണടച്ചിരുന്ന് കാണണം. ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാകാനാണ് ആഗ്രഹമെങ്കിൽ ഉയർന്ന പദവിയിൽ ഓഫീസ് കാറിൽ കൊടിയൊക്കെ വെച്ച് ആ രീതിയിൽ യാത്ര ചെയ്ത് ആ ജോലി ചെയ്യുന്ന രംഗം മനസ്സിൽ കാണണം. ഡോക്ടറാവാനാണ് കുട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ഡോക്ടറായിട്ട് ഒരു പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്ന രംഗം മനസ്സിൽ കാണണം. ഇങ്ങനെ ഏത് പ്രൊഫഷനും ആയിക്കോട്ടെ, ഓരോ പ്രൊഫഷനും അതിൻ്റേതായ മാന്യതയുണ്ട് എന്നറിയുക. ആ പ്രൊഫഷൻ കുട്ടി ചെയ്യുന്ന രംഗം മനസ്സിൽ കാണണം. അത് ചെയ്യാൻ പ്രയത്നിക്കുക എന്നുള്ളത് ഒന്ന്. ഒരു കാരണവശാലും രക്ഷകർത്താവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് പോകാൻ കുട്ടിയെ പ്രേരിപ്പിക്കരുത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് കുട്ടി എത്തുകയുമില്ല. കുട്ടിയുടെ ആഗ്രഹപ്രകാരം അതിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും. പിന്നെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് കമ്പയർ ചെയ്യരുത്. ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ്, കഴിവ് വ്യത്യസ്തമാണ്. പല ആൾക്കാരിൽ പലവിധ ബുദ്ധിശക്തികളുണ്ട്, പലവിധ കഴിവുകളുണ്ട്. ഞങ്ങളൊരു 5 കൂട്ടുകാരുണ്ടെങ്കിൽ അതിലൊന്നാമത്തെ വ്യക്തിക്ക് കൂടിയ കഴിവ് രണ്ടാമത്തെ വ്യക്തിയിലില്ല. പക്ഷേ മറ്റൊരു കഴിവ് രണ്ടാം വ്യക്തിയിൽ കൂടുതലായിട്ടുണ്ട്. ഈ 2 വ്യക്തികളിലും കൂടുതലുള്ള ഓരോ കഴിവുകൾ മൂന്നാമത്തെ വ്യക്തിയിൽ കാണില്ല. പക്ഷേ മറ്റൊരു കഴിവ് മൂന്നാമത്തെ വ്യക്തിയിലുണ്ട്. ഈ 3 പേരിലും കൂടിയ കഴിവുകൾ 4ാമത്തെ വ്യക്തിയിൽ കാണില്ല. പക്ഷേ മറ്റൊരു കഴിവ് അയാളിലുണ്ട്. ആൻഡ് സോ ഓൺ. അപ്പം ഇങ്ങനെ ഓരോ വ്യക്തികളിലും ഏത് കഴിവാണോ കൂടുതൽ ആ കഴിവ് കണ്ടെത്തി ആ വഴിക്ക് കുട്ടിയെ പോകാൻ പ്രേരിപ്പിക്കണം. ആ കുട്ടിക്ക് ഏതാണോ കഴിവ് കൂടുതൽ ആ വഴിക്ക് പോയാൽ മാത്രമേ കുട്ടി ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫിഗറായിട്ട് നല്ലൊരു വ്യക്തിയായിട്ട് മാറുകയുള്ളൂ. അതുപോലെ ഓരോ കുട്ടിയോടും കൂടെ ഓർമ്മിപ്പിക്കണം, നമ്മുടെ രാജ്യം നമുക്കെന്ത് ചെയ്തു എന്നല്ല കുട്ടി ചിന്തിക്കേണ്ടത്. പകരം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ കുട്ടിയെ പ്രേരിപ്പിക്കണം. അത് നിങ്ങൾ ഓർക്കണം. പിന്നെ മറ്റൊന്ന്, ഒരു പരീക്ഷ നടന്നു, കുട്ടി മാർക്കുമായിട്ട് വീട്ടിൽ വന്നു. 50-ൽ ഒരു 10 മാർക്കേ ഉള്ളൂ. ആ മാർക്ക് കൊണ്ട് കാണിക്കുമ്പോൾ വെരി ബാഡ് എന്നോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് വാക്കുകളോ പറയരുത്. ഗുഡ് എന്ന വാക്ക് തന്നെ പറയണം. 50-ൽ 10 ആണെങ്കിലും പറയണം ഗുഡ്. പക്ഷേ അതോടൊപ്പം ഒരു സെൻറ്റൻസ് കൂടെ പറയണം, നിനക്കിനിയും ഇമ്പ്രൂവ് ചെയ്ത് ഇനിയും മുകളിലോട്ട് പോകാൻ കഴിയും എന്ന് പറയണം. അതിന് പകരം വെരി ബാഡ് എന്ന് പറയുകയോ വഴക്ക് പറയുകയോ പണിഷ്മെൻറ്റ് കൊടുക്കുകയോ ചെയ്താൽ കുട്ടികളിൽ അതൊരു വാശി വളരാൻ കാരണമായേക്കും. അത് ആ 10-ൽ ചിലപ്പോൾ 8, 7 എന്ന് പിറകോട്ടായിരിക്കും പോവുക. അതുകൊണ്ട് 50-ൽ 10 മാർക്കോട്ട് വന്ന കുട്ടിയോട് വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് ബട്ട്
മക്കളെ തനിക്ക് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും, അതിനുള്ള കഴിവുണ്ട്, ഇനിയും കൂടിക്കൂടി വരണം കേട്ടോ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക. പിന്നെ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ വീട്ടിൽ വരുമ്പോൾ അവരുടെ മുൻപിൽ വെച്ച് നിങ്ങളുടെ കുട്ടിയെ ആക്ഷേപിക്കുകയോ കുട്ടിയുടെ കുറ്റം പറയുകയോ ചെയ്യരുത്. അവരൊക്കെ പോയതിനു ശേഷം നിങ്ങളുടെ കുട്ടിയെ ഒറ്റയ്ക്ക് നിർത്തി എന്ത് കുറ്റവും പറഞ്ഞോളൂ, എന്ത് വഴക്കും പറഞ്ഞോളൂ. ബട്ട് മറ്റൊരാളുടെ മുമ്പ് വെച്ച് സ്വന്തം മക്കളെ ആക്ഷേപിക്കുകയോ കുറ്റം പറയുകയോ ചെയ്യരുത്. മാത്രമല്ല, ബന്ധുക്കളോ മിത്രങ്ങളോ വരുമ്പോൾ നിങ്ങളുടെ കുട്ടിയിലുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ മുമ്പ് വെച്ച് നിങ്ങളുടെ കുട്ടിയെ പ്രശംസിക്കാനും മടിക്കണ്ട. അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ കുട്ടിയിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വളരും. നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കുട്ടികളിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ കഴിയണം. അതുപോലെ മറ്റുള്ള ആൾക്കാരെ എല്ലാവരെയും തുല്യമായി കാണാൻ, ഒരു സമഭാവനയോടെ കാണാൻ കുട്ടികളെ പഠിപ്പിക്കണം. ഈ രീതിയിലേക്കാണ് കുട്ടികളെ വളർത്തേണ്ടത്. അതുപോലെ കുട്ടികൾ പഠിക്കാനിരിക്കുന്ന മുറിക്ക് ഒരടുക്കും ചിട്ടയും വേണം. പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ കുട്ടി ഇരിക്കുന്ന കസേര അല്ലെങ്കിൽ സ്റ്റൂൾ അത് ചുവരിനെ ഫേസ് ചെയ്തായിരിക്കണം. ഡോർ കുട്ടിയുടെ പിറകിലായിരിക്കണം. അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ മുറിക്കകത്തോട്ട് പോവുകയാണെങ്കിൽ കുട്ടിയുടെ അടുത്ത് നിങ്ങൾ ചെന്ന് കുട്ടിയെ തൊടുമ്പോഴേ നിങ്ങൾ പോകുന്ന കാര്യം കുട്ടി അറിയാവും. ഡോറിനെ ഫേസ് ചെയ്താണ് കുട്ടി ഇരിക്കുന്നതെങ്കിൽ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ മുറിയിൽ കയറുമ്പോഴൊക്കെ കുട്ടി പെട്ടെന്ന് അറിയുന്നു. അങ്ങനെ അറിയാനിടയായാൽ ഒരു ബുക്കിനകത്ത് വെച്ച് പഠിക്കേണ്ട സമയത്ത് മറ്റൊരു കഥാ ബുക്കോ മറ്റെന്തെങ്കിലും വിളിച്ചു വെച്ച് വായിക്കാനോ മൊബൈലിൽ കളിക്കാനോ മൊബൈലിൽ കാണാൻ പാടില്ലാത്ത ഭാഗങ്ങൾ കാണാനോ ഒക്കെ കുട്ടിക്കൊരു കോൺഫിഡൻസ് കിട്ടും. പക്ഷേ നിങ്ങൾ പിറകിൽ നിന്ന് മാത്രമാണ് പ്രവേശിക്കുന്നത് എന്ന രീതിയിലാണ് കുട്ടിയുടെ പഠനമുറി അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ കുട്ടിയുടെ അടുത്തെത്തി കുട്ടിയെ തൊടുമ്പോൾ മാത്രമേ കുട്ടി അറിയുന്നുള്ളൂ. അപ്പോൾ കുട്ടിക്ക് രഹസ്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അത് വഴിതെറ്റാതെ സൂക്ഷിക്കും. അതുപോലെ പല പാരൻസും പറയുന്നതാണ്, എൻ്റെ മോൻ മൊബൈൽ ഫോണിന് അഡിക്റ്റാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനോ ഫേസ്ബുക്കിനോ അഡിക്റ്റാണ്. ആ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അത് ഒറ്റയ്ക്ക് നിർത്തി പറയണം, മറ്റുള്ളവരെ മുമ്പ് വെച്ചല്ലേ. നീ ഇങ്ങനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മൊബൈൽ ഫോണിലൊക്കെ അമിതമായിട്ട് സമയം ചെലവഴിച്ചാൽ ഈ നഷ്ടപ്പെട്ട സമയം നിനക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുമോ? ആ സമയത്ത് അമിതമായ ഫോൺ ഉപയോഗിക്കുന്നതിന് പകരം ആ സമയത്ത് നീ എന്തെങ്കിലും വായിക്കുകയോ എഴുതുകയോ ചെയ്യൂ. എന്തെങ്കിലും എഴുതാൻ പറയൂ. ഒരു 10 മിനിറ്റ് കുട്ടി എഴുതട്ടെ. അത് അന്നത്തെ അനുഭവങ്ങളെക്കുറിച്ചോ ഒരു ഡയറി എഴുത്തോ അന്നത്തെ അനുഭവങ്ങളോ എന്തെങ്കിലും ആവട്ടെ, ഒരു 10 മിനിറ്റ് കുട്ടി എഴുതട്ടെ. ദിവസവും ഒരു 10 മിനിറ്റ് എന്തെങ്കിലും കുട്ടി എഴുതുമെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഒരു നല്ല എഴുത്തുകാരനായിട്ട് മാറും കുട്ടി. കുട്ടിയിലുള്ള ആശയങ്ങൾ എഴുതി പ്രകടിപ്പിക്കാനുള്ള കഴിവ് വളരെ കൂടും. അല്ല, വെറുതെ ഫോൺ ഉപയോഗിക്കരുത്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കരുത്, ഫേസ്ബുക്ക് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ പോരാ. ആ സമയത്ത് ചെയ്യാൻ മറ്റൊരു വർക്ക് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ച് എൻഗേജ് ചെയ്യിപ്പിക്കണം. വെറുതെ ഇരുത്തരുത്. അതുപോലെ കുട്ടി ഉറച്ചു വായിച്ച് പഠിക്കണോ, സൈലൻറ്റ് റീഡിങ് പഠിക്കണോ, അത് കുട്ടിയുടെ സ്വാതന്ത്ര്യത്തിന് വിടും. പൊതുവേ സൈലൻറ്റ് റീഡിങ് ആയിരിക്കും നല്ലത്. കാരണം ഉറച്ചു വായിച്ച് പഠിക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് ക്ഷീണം ഉണ്ടാവും, പഠിത്തത്തിനെ ബാധിക്കും, വായനയുടെ സ്പീഡ് കുറയുകയും ചെയ്യും, കോൺസെൻട്രേഷനും ഒരു പക്ഷേ കുറഞ്ഞേക്കാം. കഴിയുന്നതും പ്രഭാതത്തിൽ എഴുച്ച് പഠിക്കുന്നതാണ് നല്ലത്. കാരണം രാവിലെ ഒരു 4 മണിക്കൊക്കെ നല്ല സമയമാണ്. കാരണം പൊടിപടലങ്ങൾ കുറവായിരിക്കും, അന്തരീക്ഷത്തിൽ പുക കുറവായിരിക്കും, പൊല്യൂഷൻ ഏറ്റവും കുറവായിരിക്കുന്ന നല്ല സമയം പ്രഭാതമാണ്. മറ്റ് ശബ്ദങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് പ്രഭാതമാണ് നല്ല സമയം.
രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് അന്തരീക്ഷം മറ്റു വാഹനങ്ങളുടെ ഈ പുകകൾ കൊണ്ടും ശബ്ദം കൊണ്ടും പൊടിപടലങ്ങൾ കൊണ്ടും ഒക്കെ മാക്സിമം അങ്ങറ്റം പൊള്യൂട്ടഡ് ആയിരിക്കുന്ന അവസരമാണ്. അതുകൊണ്ട് വെളുപ്പാങ്കാലത്ത് വെച്ച് പഠിക്കുന്നതാണ് നല്ലത് കുട്ടിക്ക്. അതൊരു ശീലമാക്കിക്കണം. കുഞ്ഞുനാൾ തൊട്ട് തുടങ്ങണം. വലുതായിട്ടതിന് ശേഷം പറ്റില്ല. കുഞ്ഞുനാൾ തൊട്ട് തന്നെ തുടങ്ങണം. അവർ നേരത്തെ ഇരിക്കുന്ന കുട്ടി നേരത്തെ കിടക്കാനും സമ്മതിക്കണം. 4 മണിക്ക് ഇരിക്കുന്ന കുട്ടിയെ 10 മണിക്ക് കിടക്കാൻ വിട്ടാൽ പോരാ. ശകലം നേരത്തെ കിടന്നോട്ടെ. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ്, അതൊരു ശീലമാക്കിക്കണം. പിന്നെ പഠിക്കാനുള്ള ബുക്കുകൾ മാത്രം കുട്ടി വായിച്ചാൽ പോരാ, എക്സ്ട്രാ റീഡിങ് വേണം. അതിന് ആവശ്യമായ ബുക്കുകൾ വാങ്ങിക്കൊടുക്കുകയോ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്ത് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് എക്സ്ട്രാ റീഡിങ് പ്രോത്സാഹിപ്പിക്കണം. ഈ രീതിയിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെയൊക്കെ വളർത്തുന്നതെങ്കിൽ അതൊരു നല്ല കുട്ടി തന്നെയാവും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പോയിന്റുകളൊന്ന് ചുരുക്കി പറയാം. നിങ്ങളുടെ കുട്ടിയെ മറ്റൊരു കുട്ടിയായിട്ട് താരതമ്യം ചെയ്യരുത്. കാരണം വ്യത്യസ്ത ആൾക്കാരിൽ വ്യത്യസ്ത കഴിവാണ്. മറ്റുള്ളവരെ മുമ്പ് വെച്ച് വഴക്ക് പറയുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്. പകരം ചെയ്ത നല്ല കാര്യങ്ങൾ പറഞ്ഞ് പ്രശംസിക്കുക. മാർക്ക് കുറഞ്ഞു പോകുന്ന അവസരത്തിൽ ആ അവസരത്തിൽ വഴക്ക് പറയുകയോ പണിഷുകയോ ചെയ്യുന്നതിന് പകരം ഗുഡെന്ന് പറയുക, ബട്ട് യു ക്യാൻ ഇംപ്രൂവ് എന്നിവിടെ പറയുക. രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിൽ ചിന്ത വരുന്ന രീതിയിലുള്ള ഉപദേശങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുക. എക്സ്ട്രാ റീഡിങ് പ്രോത്സാഹിപ്പിക്കുക. കുട്ടികളെ കൊണ്ട് പഠനത്തിൻ്റെ ഒരു ടൈം ടേബിൾ തയ്യാറാക്കി എഴുതി വാങ്ങിക്കുക. ആ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളും കൂടെ ഇടപെട്ട് ഉറപ്പുവരുത്തണം. പിന്നെ കഴിയുമെങ്കിൽ സന്ധ്യാസമയത്തും രാത്രിയൊക്കെ നിങ്ങൾ ടി വിയൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ടി വി കണ്ടോളാം, നീ പോയിരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി ഒരുപക്ഷെ ഫ്രസ്ട്രേറ്റ് ആവും. രാത്രിയെങ്കിലും നിങ്ങൾ ഒരു 2 മണിക്കൂറെങ്കിലും ടി വിയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വരുന്ന എന്തെങ്കിലും വായിക്കും. നിങ്ങൾ പതിവായിട്ട് എന്തെങ്കിലും വായിക്കുന്ന കാണുമ്പോൾ കുട്ടിയും വായിക്കാൻ മോട്ടിവേറ്റ് ആവും. അങ്ങനെ നിങ്ങൾ ആദ്യം കുട്ടികൾക്കൊരു മാതൃകയാവണം. അല്ല ഞാൻ ടി വിയും സിനിമയും കണ്ട് സൂചിച്ചിരുന്നോളാം നീ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. നിങ്ങളും കുറച്ച് ത്യാഗത്തിന് തയ്യാറാകണം. ഈ രീതിയിലൊക്കെ കുട്ടികളെ വളർത്തു. അവർ എന്തെങ്കിലും എക്സ്ട്രാ കഴിവുകൾ കാണിച്ചാൽ അത് പ്രോത്സാഹിപ്പിക്കുക. കുട്ടി എന്തെങ്കിലും സാധനങ്ങൾ കാണുമ്പോൾ ഒന്ന് പൊളിച്ചു നോക്കുകയാണെങ്കിൽ അപ്പോൾ പിടിച്ചു വാങ്ങിച്ച് മാറ്റി വയ്ക്കരുത്. അത് കുട്ടിയുടെ ഒരു റിസർച്ച് മൈൻഡാണ്. അതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം. കുട്ടി പൊളിച്ചു നോക്കട്ടെ. പക്ഷെ പൊളിച്ചു നോക്കിയതിന് ശേഷം അതുപോലെ തിരിച്ച് പഴയ രീതിയിലാക്കി വയ്ക്കാനും കൂടി പറയണം. പൊളിച്ച് നശിപ്പിച്ചിട്ട് പോകാൻ സമ്മതിക്കരുത്. അങ്ങനെ നിങ്ങൾ പൊളിക്കാനൊക്കെ സമ്മതിക്കാതിരുന്നാൽ കുട്ടിയുടെ റിസർച്ച് മൈൻഡ് അവിടെ അവസാനിക്കും. അത് നെഗറ്റീവായിട്ട് ബാധിക്കും. പൊളിക്കാൻ അനുവദിക്കുക, തിരിച്ച് പക്ഷേ അതുപോലെ ആക്കിക്കുക. അതെവിടെ ഇരുന്നോ അതേ കണ്ടീഷനിൽ തിരിച്ച് വയ്ക്കാനായിട്ട് പറയുക. ഈ രീതിയിലൊക്കെ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ട ഉപദേശം കൊടുത്ത് വളർത്തു. നിങ്ങൾക്കൊരു നല്ല കുഞ്ഞിനെ കിട്ടും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.